അപ്പൊ ആമാശയ ക്യാൻസർ ഉണ്ടാവുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാന കാരണം എച്ച് പൈലോറി ഇൻഫെക്ഷൻ ആണ്. ഹെലിക്കോബാക്ടർ പൈലോറി എന്നാണ് ഈ ഒരു ബാക്ടീരിയയുടെ പേര്. ഇത് സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന ഒരു നോർമലി എല്ലാവരുടെയും സ്റ്റൊമക്കിലുള്ള ഒരു ബാക്ടീരിയ ആണ്. ഇത് ഇൻഫെക്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇൻഫെക്ഷൻ ഉള്ളവർക്ക് എല്ലാവർക്കും ക്യാൻസർ വന്നോളണമെന്നില്ല. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ല, ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തില്ല, കാലാകാലങ്ങളായിട്ട് ഒരു ഇൻഫെക്ഷൻ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ക്യാൻസറിലേക്ക് മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് ആണ്. അതായത് നമ്മൾ ആസിഡ് റിഫ്ലക്സ് അല്ലെങ്കിൽ പുളിച്ചിതകട്ടൽ, നെഞ്ചരിച്ചൽ എന്നൊക്കെ പറയുന്ന രോഗം ക്രോണിക് ആയിട്ട് നിലനിൽക്കുന്ന ഒരാളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, പ്രത്യേകിച്ച് മൈദ, അതുപോലെ തന്നെ ഉപ്പിൽ പ്രിസർവ് ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ, ഇപ്പം ഉണക്കമീന് അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ നമ്മൾ ഉപ്പിൽ പ്രിസർവ് ചെയ്ത് അമിതമായിട്ട് ഉപ്പിട്ട് പ്രിസർവ് ചെയ്ത് വെക്കും അല്ലെ, അത് നിത്യവും കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ സ്റ്റമക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അധികമായിട്ട് കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക വഴി ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ ഉപയോഗിച്ച എണ്ണ തന്നെ വീണ്ടും വീണ്ടും പാചകത്തിന് ഉപയോഗിക്കുന്നത് ക്യാൻസറിന് വഴിതെളിക്കും. ഇതുകൂടാതെ മദ്യപാനം, പുകവലി, ഇതെല്ലാം ക്യാൻസറിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ ദുശീലങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ഒബേസിറ്റി, ഒരുപാട് തടി, പൊണ്ണത്തടി, നമ്മളുടെ ഒരു ഹൈറ്റും വെയിറ്റും തമ്മിലുള്ള ഒരു റേഷ്യോ പക്ക അല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ ഒരു ജനറ്റിക്സ്, പാരമ്പര്യമായിട്ട് ഈ ഒരു രോഗം വരാനുള്ള ചാൻസ് വളരെയേറെയാണ്. പിന്നെ അമിതമായിട്ട് സ്ട്രെസ്, ക്രോണിക് ആയിട്ട് വളരെ കാലങ്ങളോളം സ്ട്രെസ്, മാനസിക പിരിമുറുക്കം, ആൻസൈറ്റി, വിഷാദ രോഗം ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു ക്യാൻസർ ഉണ്ടാവാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിട്ടാണ് കാണിക്കാറ്.